I'm Arjun. And you are? Tanya. Tanya? Milani. Milani. Chris. Okay. Nayana. Alright, fine. Bro, ഈ കാർഡ്സ് ഒന്ന് ഷഫിൾ ചെയ്യാവോ? ലൈക്ക് ഗിവ് ഇറ്റ് എ ഗുഡ് ഷഫിൾ. മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തോ. സോ ഈ കാർഡ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കാർഡ്സിൻ്റെ ഓർഡർ കംപ്ലീറ്റ്ലി റാൻഡം ആവാനായിട്ട് പോവാണ്. സോ ദർ ഈസ് നോ വേ എനിക്ക് ഓർഡർ അറിയാനോ അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും വഴിയില്ല അല്ലേ? റൈറ്റ്. ആൻഡ് ഐ വിൽ ഓൾസോ ഷോ യു വൺ തിങ്. ഈ കാർഡ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. റൈറ്റ്, യു ക്യാൻ സി. ഒന്നും റെപ്പറ്റീവ് ആവുന്ന കാർഡ്സ് ഒന്നുമല്ല. സോ കീപ് മിക്സ് ചെയ്തോ. Alright. So whenever you are happy, done. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാർഡ്സെല്ലാം കംപ്ലീറ്റ്ലി റാൻഡം ആണ്. എനിക്ക് എൻ്റെ ഓർഡർ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് വഴിയില്ല. എനിക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടി ആവശ്യമാണ്. മേ ബി ക്യാൻ യു ഹെൽപ്പ് മീ? ഓക്കെ, കയ്യിൽ പേനയില്ലേ? റൈറ്റ്, അത് ജസ്റ്റ് ഒന്ന് തരാമോ? ഞാനൊരു പ്രഡിക്ഷൻ ഒന്ന് എഴുതാവേ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി കാണുക, എഴുതുക, അങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തോ. Okay, let's try. Alright, so താനി അല്ലേ, ജസ്റ്റ് ഇത് കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാമോ? ഞാനിപ്പോൾ ഒരു പ്രഡിക്ഷൻ ഒരു കാര്യം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നൊരു ഐഡിയ ഇല്ല അല്ലേ? ഈ കാർഡ്സിന് ഇത്രയും പൊസിഷൻസ് ഉണ്ടല്ലേ. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എവിടെയെങ്കിലും തോന്നുന്ന ഒരു പോയിന്റിനകത്ത് ആ കാർഡ് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാവോ? അപ് ടു യു. കംപ്ലീറ്റ്ലി ഫ്രീ ചോയ്സ് ആയിരിക്കണം. ഓക്കെ, താനിയ ഈ ഒരു പ്ലേസിലാണ് ആ കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഞാനൊരു ഓപ്ഷൻ തരാം. അതായത് ഈ പ്ലേസിൽ നിന്ന് താഴേക്കോ മുകളിലേക്കോ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് യു ക്യാൻ ഓൾസോ മൂവ് ഇഫ് യു വാണ്ട് ടു. താനിയ ഇതിൽ ഹാപ്പി അല്ലാന്നാണ് പുള്ളിക്കാരി. ഓക്കെ, ഡൺ. ഓക്കെ, സോ നൗ ദിസ് ടൈം പുള്ളിക്കാരി അത് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ആൻഡ് യു ആർ ഹാപ്പി ഓർ യു വാണ്ട് ചേഞ്ച്? ഓക്കെ, പുള്ളിക്കാരി ചെയ്താൽ ഹാപ്പി ആണെന്നാണ് പറഞ്ഞത്. ശരി, ഈ മെജീഷ്യൻസ് പൊതുവെ എന്ത് ചെയ്യുന്നറിയാവോ? അവർ ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതുന്ന പോലെ കാണിച്ചിട്ട് സം ടൈംസ് അവരൊന്നും എഴുതാറില്ല. ഓക്കെ, ജസ്റ്റ് എം ടി ആക്കി വയ്ക്കും. മേ ബി പിന്നെ എന്തെങ്കിലും എഴുതി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, സോ എനിക്ക് കൂട്ടത്തിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഇച്ചിരി വിശ്വാസമുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പേഴ്സണായിട്ട് തോന്നിയ നയന അല്ലേ? നയന എന്നുള്ള പേര് പറഞ്ഞു, നയനയാണ്. സോ നയന, ഇവരെ ആരെയും ഞാൻ കാണിക്കുന്നില്ല, നയനനെ മാത്രം ഞാൻ കാണിക്കാം. ഞാൻ എന്താ എഴുതിയെന്നുള്ള കാര്യം. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് യു ടു സീ ദിസ്. ഓക്കെ, സോ ഓക്കെ, സി ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. റൈറ്റ്, യു ക്യാൻ സി. ഡൺ. ഓക്കെ, നൗ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഡൺ. ഹോൾഡ് ഓൺ ടു ദ കാർഡ്. ഇപ്പോൾ പുള്ളിക്കാരെ പ്രൊഡിക്ഷൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഐ ക്യാൻ ചേഞ്ച്. കുഴപ്പമില്ല, ബട്ട് ദർ ഈസ് സംതിങ് ഇല്ല. കണ്ടാൽ മനസ്സിലാവില്ല, ഇനി കണ്ടാൽ മനസ്സിലാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ് ബ്രോ. ഈ കാർഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്യാവോ? നമ്മളിങ്ങനെ കാർഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാവോ? റൈറ്റ്, റിമെമ്പർ യു ഷഫിൾ. അതിനുശേഷം പുള്ളിക്കാരി ഞാൻ പ്രഡിക്ഷൻ എഴുതിയ ഒരു പൊസിഷനിൽ വെച്ചു. യു ചേഞ്ച്ഡ് ഇറ്റ്. അതിനുശേഷം ബ്രോയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ആ പ്രഡിക്ഷൻ എവിടെയാണോ, ആ നമ്മൾ എഴുതി വെച്ച കാർഡ് എവിടെയാണോ, ആ ഒരു കാർഡ് മാത്രം ഒന്ന് നോക്കാവോ? ഇതിനകത്ത് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് പോകുന്ന സമയത്ത് യെസ് ഇറ്റ്സ് റൈറ്റ് ദേർ അല്ലേ? ആ കാർഡ് ലാസ്റ്റ് പ്ലേസ് ചെയ്തത് ഞാനായിരുന്നു. ആ കാർഡിൻ്റെ അടിയിലും ആ കാർഡിൻ്റെ മുകളിലുമായിട്ട് 2 കാർഡ്സ് ഉണ്ട്. ആ 2 കാർഡ്സും ഈ കാർഡും 3 കാർഡ്സായിട്ട് പുറത്തെടുക്കാവോ? അത് മാത്രം ഒന്ന് പുറത്തേക്ക് എടുക്കാവോ? ഓക്കെ, ആൻഡ് വളരെ റാൻഡമായിട്ടാണത് വെച്ചതല്ലേ? എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഐ വിൽ ഷോ യു മൈ പ്രഡിക്ഷൻ. ഞാൻ എഴുതിയ 2 പ്രഡിക്ഷൻസ് 2 ഓഫ് സ്പേഡ് എന്ന് പറയുന്ന കാർഡും 5 ഓഫ് ക്ലബ്സ് എന്ന് പറയുന്ന കാർഡുമാണ്. ഇതാണ് ഞാൻ എഴുതിയത്. എക്സാക്ട്ലി 2 ഓഫ് സ്പേഡ് 5 ഓഫ് ക്ലബ്സ് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത എക്സാക്ട് പോയിന്റിൽ. ആൻഡ് യു ക്യാൻ ചെക്ക്, ഇതിലെല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് ആണ്. ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് ആയിരിക്കും. ആ കാർഡ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. ഹൗ ഡു യു ഡു ദാറ്റ്? നമുക്കിതിൻ്റെ ട്യൂട്ടോറിയൽ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എപ്പോഴും ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു റൂട്ടീനാണിത്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചെയ്തിരുന്നൊരു റൂട്ടീനാണിത്. സോ ബേസിക്കലി നമുക്കൊരു സെറ്റ് ഓഫ് കാർഡ്സ് ആവശ്യമാണ്. ഒരു ഫുൾ ഡെക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ നമ്മൾ ഈ ഒരു പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എല്ലാ കാർഡ്സും ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം നമ്മുടെ സ്പെക്ടേറ്ററിനെ ഒന്ന് കാണിക്കുക. ആൻഡ് ഓൾസോ ഇഫ് യു വോണ്ട് യു ക്യാൻ ഷോ ടു ദ ക്യാമറ ഓൾസോ. അതിനുശേഷം അവരുടെ കയ്യിൽ നമ്മൾ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യാനായിട്ട് കൊടുക്കുക. സോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഷഫിൾ ചെയ്യാം, ഡസൻറ്റ് മാറ്റർ. അവർ നന്നായിട്ട് ഈ കാർഡ്സിനെ ഷഫിൾ ചെയ്യുന്നു. നമ്മൾ ഷഫിൾ ചെയ്തതിന് ശേഷം വൺസ് ദേ ആർ ഹാപ്പി, ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കാർഡ്സ് തിരികെ മേടിക്കുന്നുണ്ടാവുക.
എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടീനാണിത്. ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു റൂട്ടീൻ കൂടിയാണ്. അതുകൊണ്ട് എനിക്കിത് ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു റൂട്ടീനാണ്. സോ അഗൈൻ ബാക്ക് ടു ദ ട്യൂട്ടോറിയൽ. സോ വൺസ് നമ്മൾ ഷഫിൾ ചെയ്ത കാർഡ്സ് തിരികെ വാങ്ങിയതിന് ശേഷം നമ്മളൊരു പ്രഡിക്ഷൻ എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ ഈ പ്രഡിക്ഷൻ എന്ത് എഴുതും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി വൺസ് അവരുടെ കയ്യിൽ നിന്നും ആ കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ചെറിയൊരു മൂവ് ചെയ്യാനായിട്ട് പോവാണ്. ബിക്കോസ് ഈ ഒരു റൂട്ടീൻ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെക്കിൽ അവർ ഷഫിൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബോട്ടം കാർഡ് എന്താണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ ടോപ്പ് കാർഡ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ അതൊരിക്കലും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അവർ കാണുന്ന രീതിയിൽ ഇതുപോലെ നോക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ അവരറിയാതെ നമ്മൾ ആ 2 കാർഡ്സ് ഏതാണെന്നുള്ള കാര്യം നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് പെർഫോമൻസിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ബേസിക്കലി ഞാൻ ഈ ഒരു ഗ്രിപ്പിലായിരിക്കും കാർഡ്സിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ ടോപ്പിലും ഈ ബോട്ടത്തിലും എൻ്റെ പിങ്കി ഫിംഗറും പോയിൻറ്റ് ഫിംഗറും യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നു. എൻ്റെ മിഡിൽ ഫിംഗറും എൻ്റെ റിംഗ് ഫിംഗറും ഞാൻ ഈ കാർഡ്സിൻ്റെ സൈഡിലായിട്ടും തമ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. സോ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബേസിക്കലി ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ കാർഡിൻ്റെ ഫേസ് എൻ്റെ നേരെ ആയിരിക്കും വരുന്നുണ്ടാവുക, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതിൻ്റെ ബാക്ക് സൈഡ് അവരുടെ നേരെ ആയിരിക്കും വരുന്നുണ്ടാവുക, നമ്മുടെ സ്പെക്ടേറ്റേഴ്സിൻ്റെ നേരെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സ്ലൈറ്റ് ഓഫ് ഹാൻഡ് മൂവ് ചെയ്യാനായിട്ട് പോവാണ്. പോയിൻറ്റ് ഫിംഗർ ഈ സൈഡിലേക്കും പിങ്കി ഫിംഗർ കാർഡിൻ്റെ ഈ ഒരു സൈഡിലേക്ക് എഡ്ജിലേക്കും കൊണ്ടുവരുന്നു. സോ ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പ് കാർഡ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, നൗ ഞാനിത് എൻ്റെ ആംഗിളിൽ നിന്ന് ഇവിടെ കാണിക്കാം. ആ ഒരു സമയത്ത് എനിക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഗ്രിപ്പ് ഞാൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടുത്തെ ഫേസിൽ എന്താണ് കാണുന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റും. ഐ നോ ഇറ്റ് ഇസ് 10 of hearts. ഓൾസോ ഞാനിവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ടോപ്പ് കാർഡ് എന്താണെന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റും. സോ ഏസ് ഓഫ് ഡയമണ്ട്, 10 of hearts, ഇതായിരിക്കും നമ്മുടെ പ്രഡിക്ഷൻസ്. ആൻഡ് ഞാനിത് ചെയ്യുന്ന സമയത്ത് സ്പെക്ടേറ്റേഴ്സ് കാണുന്ന ഈ കാർഡ്സിൻ്റെ ബാക്ക് ആയിരിക്കും. സോ അവർക്ക് ഐഡിയ ഉണ്ടാവില്ല ഞാൻ എന്താണ് നോക്കുന്നത് എന്നുള്ള കാര്യം. സോ ഞാൻ ജസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാർഡ്സ് ഷഫിൾ ചെയ്തില്ലേ, യു ആർ ഹാപ്പി. സോ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ആ കാർഡ്സ് സ്ലൈറ്റായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ടോപ്പ് കാർഡ് എന്താണെന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഏറ്റവും ബോട്ടം കാർഡ് എന്താണെന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഞാനിങ്ങനെ ജസ്റ്റർ ചെയ്യുന്നു. ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു മൊമെൻറ്റിലേക്ക് ഞാൻ ഈ കാർഡ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ആ സമയത്താണ് എനിക്കിത് കാണാനായിട്ട് പറ്റുന്നത്. സോ ഐ നോ 10 of hearts, ഏസ് ഓഫ് ഡയമണ്ട്. ഈ ഒരു മൊമെൻറ്റ് തൊട്ട് എൻ്റെ മനസ്സിനകത്ത് ഞാൻ 10 of hearts, ഏസ് ഓഫ് ഡയമണ്ട്, 10 of hearts, ഏസ് ഓഫ് ഡയമണ്ട് എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഐ സേ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രഡിക്ഷൻ എഴുതാം. ഓൾറൈറ്റ്, സോ ഇവിടെ ഞാൻ പ്രഡിക്ഷൻ എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് കാർഡോ എന്തെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ്സ് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ബ്ലാങ്ക് കാർഡോ അല്ലെങ്കിൽ ബിസിനസ് കാർഡ്സോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും തിക്കായിട്ടുള്ള പേപ്പറോ എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നൗ ഞാൻ എഴുതാൻ പോകുന്ന പ്രഡിക്ഷൻസ് ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 hearts ആൻഡ് ഏസ് ഓഫ് ഡയമണ്ട് എന്നായിരിക്കും ഞാനിവിടെ പ്രഡിക്ഷൻ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. നൗ പെർഫോമൻസിൽ കണ്ടതുപോലെ നമ്മൾ പ്രഡിക്ഷൻ എഴുതുന്ന സമയത്ത് അവരെ കാണിക്കുന്നില്ല. ബിക്കോസ് അതിന് റീസൺ ഉണ്ട്. ലാസ്റ്റ് നമുക്ക് ആ പ്രഡിക്ഷൻ മൂവ് ചെയ്തതിന് ശേഷം ഒരാളെ നമുക്ക് പിന്നീട് കാണിക്കാം. അത് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്, എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം, അതിലേക്ക് വരാം. സോ വൺസ് പ്രഡിക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണിക്കാതെ നമ്മൾ പറയുകയാണ് നിങ്ങളൊരാൾ ഈ ഒരു പ്രഡിക്ഷൻ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പോവാണ്, നോക്കണ്ട. സോ അവരുടെ കയ്യിൽ കൊടുക്കുന്നു, അവർ ഹോൾഡ് ചെയ്യുന്നു. നൗ വി സേ ഈ ഒരു കാർഡിൽ എവിടെയെങ്കിലും ഇഷ്ടമുള്ളൊരു സ്ഥലത്തായിട്ട് ഈ ഒരു പ്രഡിക്ഷൻ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അവർ ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവർക്ക് എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് ഈ ഒരു പ്രഡിക്ഷൻ അവർ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, നൗ അഗെയിൻ നമുക്ക് നെക്സ്റ്റ് പേഴ്സൻ്റെ അടുത്ത് പോകാം, അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. സോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരിത് എടുക്കുന്നു, അപ്പ് ഡൗൺ എവിടെയെന്നുണ്ടെങ്കിൽ അവർ ഒരു പൊസിഷനിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യുന്നു. നൗ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു മിഡിൽ പോർഷനിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇഫ് യു വോണ്ട് ടു അടുത്ത പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ അടുത്ത് ചോദിക്കാം. ആൻഡ് ഫൈനലി അവർ ഹാപ്പി ആവുന്നൊരു പോയിന്റിൽ നമുക്കിത് ചെയ്യാം. അതിനുശേഷം യൂഷ്വലി ഞാൻ ഒരു 2-3 ആൾക്കാരുടെ അടുത്തായിരിക്കും അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടാവുക. സോ വൺസ് ദേ ആർ ഹാപ്പി നമുക്ക് പറയാം ഓക്കെ നൗ നോക്കിയേ ഈ ഒരു പ്രഡിക്ഷൻ ഈ കാർഡിൻ്റെ ഇടയിൽ എവിടെയോ ആയിട്ടുണ്ടല്ലേ. ഈ ഒരു പോയിന്റിൽ നമുക്കറിയാം നമ്മുടെ പ്രഡിക്ഷൻ കാർഡ്സ് എന്ന് പറയുന്നത് ഏസ് ഓഫ് ഡയമണ്ട്, 10 of hearts ടോപ്പിലും ബോട്ടത്തിലും ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നമ്മൾ റീസൺ കൊണ്ടുവരികയാണ്. ആ റീസൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പറയുകയാണ് യൂഷ്വലി മജീഷ്യൻസ് ഒരു പ്രഡിക്ഷൻ എഴുതുകയാണെന്ന് പറഞ്ഞിട്ട് അവരൊന്നും എഴുതാറില്ല. ചിലപ്പോൾ അത് ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് പിന്നീടായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക എന്തെങ്കിലും എഴുതിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാൾക്ക് മാത്രമേ ഇത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രഡിക്ഷനെ നമുക്ക് ഈ 2 കാർഡ്സിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ്. സോ അത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ബേസിക്കലി ഞാൻ ഒരാളെ മാത്രം ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് മാത്രം കാണിച്ചു തരാം ആ പ്രഡിക്ഷൻ. സോ നമ്മൾ ജസ്റ്റ് ഈ കാർഡ്സിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു, ആൻഡ് അതിനുശേഷം എക്സാക്ട്ലി ആ പ്രഡിക്ഷൻ ഉള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു ഡെക്കിനെ എൻ്റെ റൈറ്റ് ഹാൻഡിലേക്ക് ഈ ഡെക്കിൻ്റെ ഹാഫ് സ്വിച്ച് ചെയ്യുന്നു. സോ ഈ ഒരു സമയത്ത് നമുക്കറിയാം ഇവിടെയാണ് നമ്മുടെ ഏസ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുള്ള കാർഡ് ഉള്ളത്, റൈറ്റ്? സോ ഈ ഒരു പ്രഡിക്ഷനെ ഞാൻ ഇവിടേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രഡിക്ഷനെ സ്ലോലി ഇതുപോലെ ടേൺ ചെയ്ത് ആ ഒരു പേഴ്സണെ കാണിക്കുന്നു. സോ അവർക്ക് കാണാൻ പറ്റും 10 of hearts, ഏസ് ഓഫ് ഡയമണ്ട് ആ ഒരു പ്രഡിക്ഷൻ. നൗ തിരിച്ച് ഞാനിത് വെക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടം കാർഡ് ഏറ്റവും അടിയിലാണുള്ളത്. ഈ കയ്യിലുള്ള ഹാഫ് ഡെക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പ്രഡിക്ഷനെ ഒന്നുകൂടി തിരിച്ചിതുപോലെ ഫ്ലിപ്പ് ചെയ്യുന്നു, ആൻഡ് ദെൻ എല്ലാ കാർഡ്സും അതിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. സോ അറ്റ് ദിസ് മൊമെൻറ്റ് നമ്മുടെ 10 of hearts എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിലും ഇതിൻ്റെ ബോട്ടത്തിലായിട്ട് ഏസ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കാർഡുമായിരിക്കും ഉണ്ടാകുന്നത്. സോ നൗ ഐ സേ ഓക്കെ, ആ പ്രഡിക്ഷൻ ഞാൻ ഒരാളെ കാണിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്തോളൂ, നെക്സ്റ്റ് സ്പെക്ടേറ്ററിൻ്റെ കയ്യിൽ നമുക്ക് കൊടുക്കാം. അറ്റ് ദിസ് മൊമെൻറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇത് റിവൈൻഡ് ചെയ്തിട്ട് പറയാം. സി, കാർഡ്സ് എടുത്തു, നിങ്ങൾ ഷഫിൾ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലാണ് ആ ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കറക്റ്റ് കാർഡ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഈ പ്രഡിക്ഷൻ ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവർക്കത് അറിയത്തില്ല. നൗ നമുക്ക് അവരുടെ അടുത്ത് പറയാം, കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ആ പ്രഡിക്ഷൻ എത്തുന്നവരെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അവർ കാർഡ്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ആ ഒരു പ്രഡിക്ഷൻ എത്തുന്ന സമയത്ത് നമ്മൾ പറയാം ഓക്കെ, അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുള്ള കാർഡ്സ് ഒന്ന് എടുത്തോളൂ, ആൻഡ് ദെൻ അവർ ആ കാർഡ്സ് എടുക്കുന്നു. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാർഡ്സ് കാണിച്ചതിന് ശേഷം ആ പ്രഡിക്ഷൻ കാണിക്കാം. ബട്ട് വാട്ട് ഐ ലൈക്ക് ടു ഡു, ഫസ്റ്റ് ആ പ്രഡിക്ഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിക്കുന്നത്. ദാറ്റ് ഈസ് 10 of hearts ആൻഡ് ഏസ് ഓഫ് ഡയമണ്ട്, ആൻഡ് ദെൻ നമ്മൾ ആ കാർഡ് റിവീൽ ചെയ്യുന്നു, 10 of hearts ആൻഡ് ഏസ് ഓഫ് ഡയമണ്ട്, ജസ്റ്റ് ലൈക്ക് ദിസ്. ബേസിക്കലി ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഫണ്ണായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടീനാണിത്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു റൂട്ടീൻ, ഈ ഒരു ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാജിക് ട്രിക്കായിട്ടോ അല്ലെങ്കിൽ മെൻ്റലിസം എഫക്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിനെ പെർഫോം ചെയ്യാം. സോ എന്തായാലും ഇനിയും ഇതുപോലത്തെ നല്ല ട്യൂട്ടോറിയൽസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.